ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പുതിയ കൂട്ടുകാർക്കും പഴയ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വണ്ടൂർ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്രോക്കറി ഷോപ്പ് കാണിച്ചില്ലേ, ആ ഷോപ്പ് ഇതാണ് കേട്ടോ, MTM മെറ്റൽസ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് പർദ്ദ എടുക്കുന്ന ഷോപ്പ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള സാമിയ സിൽക്ക് എന്നാണ് നമ്മൾ ഇപ്രാവശ്യം എനിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണത്. അപ്പോൾ എനിക്കുള്ള എടുത്തു, പിന്നെ ജെൻസിലൊന്ന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം നോമ്പുള്ളതുകൊണ്ട് തന്നെ വീട്ടിലെത്താൻ നേരം വൈകി വിചാരിച്ചിട്ട് മഴയൊന്നും നോക്കാതെ അങ്ങനെ പോന്നു. വലിയ മഴയില്ല, എന്നാലും ചെറിയൊരു മഴ പെയ്ത് ചോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഐഷു കുറച്ച് ഫ്രൂട്ട്സ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫ്രൂട്ട്സ് അടിയിൽ അങ്ങനെ നിർത്തിയിട്ടോ. അപ്പോൾ വണ്ടൂരാണ് സാമിയ ഒക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ പെരിന്തൽമണ്ണ പോകണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ലോങ് ആയതുകൊണ്ട് പിന്നെ അത് മാറ്റി വെച്ചു. അങ്ങനെ വണ്ടൂരിൽ നിന്ന് എടുത്തു കേട്ടോ. അധികം കുറേ അങ്ങോട്ട് സമയം സ്പെൻഡ് ചെയ്ത് സമയം കളഞ്ഞിട്ടൊന്നുമില്ല. കിട്ടിയ ഒരെണ്ണം പെട്ടെന്ന് എടുത്തിട്ട് പോന്നു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു തണുത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ റോഡൊക്കെ കാണാൻ. അപ്പോൾ നമ്മളിതാ സ്ട്രോബെറി ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തി. ഈ ഒരു സാധനം ഉണ്ടല്ലോ, എന്താണ് ഈ മക്കൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ജ്യൂസ് അടിച്ചാൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. കഴിക്കാനൊരു രസമല്ല, പുളിയാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് പഞ്ചസാരയും പിന്നെ നമ്മളെ കണ്ടൻസ്ഡ് മിൽക്കില്ലേ, മിൽക്ക് മെയ്ഡോ മിഠായി മേറ്റോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. ജ്യൂസും അതേപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടത്. അപ്പോൾ വെറും പാല് മാത്രം ഒഴിക്കുക. ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ല തിക്കായിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ, തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. മുമ്പ് എപ്പോഴോ മയണൈസ് വാങ്ങിച്ചിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പം ഗ്ലാസ് ബോട്ടിലായതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാൻ നല്ല സേഫ്റ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബോട്ടിൽ, ആ ഒരു ബോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടപ്പ് ഇങ്ങനെ തുരുമ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട്, പേപ്പറല്ല കവറിൻ്റെ കഷ്ണം വെച്ചിട്ട് അങ്ങനെ. ഞാൻ പകലാണ് ഈ വീഡിയോക്ക് സൗണ്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സച്ചുവിൻ്റെ കളിക്കുന്ന സൗണ്ടും ബാക്കി എന്തൊക്കെ ഈ ഓവർ വോയിസിലുണ്ടാവും, ഒന്ന് ക്ഷമിക്കണ്ടോ. പിന്നെ നമ്മൾ ക്ലീനിങ്ങൊക്കെ ഒന്ന് തീർത്ത് വെക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ എടുത്ത് വെക്കണ്ട, അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാകുമ്പോൾ പിന്നെ അതിനൊന്നും കഴിയൂല. പിന്നെ സിങ്കിലിട്ടിട്ട് മടിച്ചിട്ട് പോയി കിടക്കാമെന്ന് പറയുമ്പോൾ അതൊരു സമാധാനമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പായ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ക്ലീനാക്കി വെച്ചു. നല്ലൊരു ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ ഒരു സ്വസ്ഥതയാണെന്ന് പറയല, അല്ലെങ്കിൽ അത് ആലോചിച്ചിട്ട് ടെൻഷനാവും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ചോറുക്കുള്ള കുറച്ച് ഉണക്കമീൻ്റെ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിന്. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയിട്ടെടുക്കാം കേട്ടോ. നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിച്ചാലും വയറ് നിറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ചെങ്കിലും ചോറ് കിട്ടണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലൊരു പിന്നെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു സാധനം കൂടി അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് 300 സംതിങ് രൂപക്കാണ്. അത് നമ്മൾ പ്രീപെയ്ഡായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഏകദേശം ഒരു 40 രൂപയോളം നമുക്ക് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ പ്രീപെയ്ഡായിട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഭയങ്കര എന്താ പറയുക, നല്ലൊരു പാക്കിങ് കേട്ടോ. ഈ ടെർമോക്കോളിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ടെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ചിട്ട് അത്രയും ഇങ്ങനെ ടൈറ്റായിട്ടാണ് ഈ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കപ്പാണ്. എനിക്ക് ഇതിൻ്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ അത്യാവശ്യം ഇതിനകത്ത് ഒരാൾക്ക് കുടിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആ കപ്പിലാണ് നമ്മൾ പിന്നെ ജ്യൂസൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടേ പിന്നെ അപ്പോൾ കുറച്ചായി പോകും. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ മാക്സിമം കട്ട് ചെയ്തിട്ട് നീട്ടി വലിക്കാതെ അങ്ങനെ എഡിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ദിവസത്തെ ഒരു വീഡിയോ, നെക്സ്റ്റ് ഡേൻ്റെ ഒരു വീഡിയോയും കൂടി ഞാനിതിലിങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഗ്യാസ് അടുപ്പ് അപ്പുറത്തായിരുന്നല്ലോ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ തേക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന എണ്ണ അതൊക്കെ ചുമരക്ക് തെറിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കുമ്പോൾ
ആ സിമെൻറ്റ് കട്ടൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉറുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് അടുപ്പ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഈ വാസ്തുവിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഗ്യാസ് അടുപ്പ് വെച്ച രീതി ഒട്ടും ശരിയല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും സമാധാനക്കേടും അതേപോലെ എന്താ പറയുക കുറേ പ്രശ്നങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഒരിക്കലും അങ്ങോട്ട് എന്താ പറയുക ഇതിപ്പം വടക്കും തെക്കും അങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറയാൻ വയ്ക്കൂല. നമ്മൾ സാധാരണ നമ്മൾ കിബിലക്ക് മുൻപായിട്ടും പിൻപായിട്ടും അങ്ങനെ മുസ്ലിംസിന് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പം കിബിലക്ക് മുന്നായിട്ടും പിന്നായിട്ടും പിന്നെ അടുപ്പ് കത്തിക്കാന്ന് പറയും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ സൈഡിക്കും ഈ സൈഡിക്കും പാടില്ല എന്നാട്ടോ. അപ്പോൾ ഞാൻ നേരെ ചെയ്യാൻ പാടില്ലാത്ത രീതിക്കാണ് ഞാൻ ഗ്യാസ് അടുപ്പ് ഇതുവരെ വെച്ചുകൊണ്ടിരുന്നത്. ഇതിൽ സത്യം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ ദാരിദ്ര്യം പട്ടിണി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അൽഹംദുലില്ലാ ഫുഡിനെ ഞാനിതുവരെ എവിടെയും ബുദ്ധിമുട്ടിയിട്ടില്ല. അതിപ്പം കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ലാവിഷായിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ വിശപ്പ് മാറാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായാൽ മതി. അത്രയാണ് ഞാൻ ഈ ഒരു ദാരിദ്ര്യം എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് കഴിക്കാൻ തീരെ ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ അൽഹംദുലില്ലാ ആർക്കും വരാതിരിക്കട്ടെ, എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഒരിത്തിരി അരിയും ചെറുപയറും ഉപ്പും ഉണ്ടെങ്കിൽ നമ്മളെ വിശപ്പ് മാറുമല്ലോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ ഇപ്പം എന്താ ലക്ഷറി ആയിട്ടുള്ള ഫുഡും നല്ല ഹെവി ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളല്ല കേട്ടോ. അപ്പം അൽഹംദുലില്ലാ എനിക്ക് ഞാൻ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വേറെയും കുറേ കാര്യങ്ങൾ വിശ്വാസമുള്ളവർക്ക് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെ വാസ്തു നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മളും വീടൊക്കെ വെക്കണതല്ലേ. അപ്പോൾ ആ ഒരു രീതി ശ്രദ്ധിക്കുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ എനിക്ക് എൻ്റെ പണികളും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെയും കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പറയാം ഇൻഷാ അല്ലാ. ഇന്നിപ്പം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടേ മാങ്ങ എടുത്തപ്പോൾ അതിൻ്റെ അണ്ടി കുറച്ച് പൾപ്പൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്തിട്ട് നമ്മളെ മാമ്പഴപ്പുളിശ്ശേരിയില്ലേ അത് വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ കൊതിയാണ്, പക്ഷെ അതൊന്നും ഉണ്ടാക്കി കഴിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നാടൻ റെസിപ്പീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കങ്ങനെ കുറേ റെസിപ്പികളൊന്നും അറിയില്ല കേട്ടോ. ഒരു വലിയൊരു കുക്കൊന്നുമല്ല ഞാൻ. ഡെയിലി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം. അതേപോലെ തന്നെ ചെറിയ ചില റെസിപ്പീസൊക്കെ പഠിച്ചും വെച്ചിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ചെറിയൊരു കുഞ്ഞിച്ചട്ടി ഇന്ന് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടിയതാട്ടോ. നമ്മളെ പഴയ എനിക്കിങ്ങനെ പാത്രങ്ങൾ ഓവറാകുമ്പോൾ എവിടെയും പെറുക്കി വെക്കണ ഒരു ശീലമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെറുക്കി വെച്ച് കാണാതായതാണ്. അപ്പോൾ ഞാൻ ആ ചട്ടിയും കൂടിയും കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു നൊസ്റ്റു ഫീലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വെച്ചിട്ട് ഈ മാങ്ങ മൊത്തത്തിലാണെങ്കിൽ അങ്ങനെ അല്ലാതെ ഇവിടെ ഞാനൊരാൾ മാത്രമായതുകൊണ്ട് പിന്നെ ഞാൻ അധികം എടുത്തിട്ടില്ല. പിന്നെ അധികം നമ്മൾ അത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങയും തൈരും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയാണ്. ഞാനൊരു 8 മിനിറ്റോളം ഏകദേശം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ സപ്പോർട്ട് ചെയ്യാം.